ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോവറിൻ ഗോൾഡ് ബോണ്ട് പദ്ധതി ഒരു പുനർവിചിന്തനം. സ്വർണം ഇരട്ടിയാക്കിയ സർക്കാരിന്റെ സ്വപ്നം പൊട്ടിയോ? കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സോവറിൻ ഗോൾഡ് ബോണ്ട് SGB പദ്ധതിക്ക് വിരാമമാകാൻ സാധ്യതയുണ്ട്. നിക്ഷേപകർക്ക് സ്വർണം സുരക്ഷിതമായി വാങ്ങി സൂക്ഷിക്കാനുള്ള അവസരമൊരുക്കിയ ഈ പദ്ധതി സർക്കാരിന് ഒരു വലിയ സാമ്പത്തിക ബാധ്യതയായി മാറിയിരിക്കുന്നു. എന്താണ് സോവറിൻ ഗോൾഡ് ബോണ്ട്? സാധാരണയായി ആഭരണങ്ങളോ നാണയങ്ങളോ ആയി വാങ്ങുന്ന സ്വർണം സർക്കാർ പേപ്പർ രൂപത്തിലും വാങ്ങാവുന്നതാണ്. ഇതാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. നിക്ഷേപകർക്ക് സ്വർണത്തിന്റെ ഭൗതിക രൂപമില്ലാതെ തന്നെ സ്വർണം വാങ്ങി സൂക്ഷിക്കാൻ അവസരം നൽകുന്ന ഒരു പദ്ധതിയാണിത്. മികവുകൾ: സുരക്ഷിത നിക്ഷേപം. ഭൗതിക സ്വർണം സൂക്ഷിക്കുന്നതിന്റെ അപകടസാധ്യതകളില്ലാതെ സർക്കാർ പേപ്പർ രൂപത്തിൽ സ്വർണം സൂക്ഷിക്കുന്നതിനുള്ള സുരക്ഷിതമായ ഒരു മാർഗം. പലിശയും സ്വർണവില വർധനവും. സ്വർണത്തിന്റെ വിലയിലുള്ള വർധനവിനൊപ്പം നിശ്ചിത ശതമാനം പലിശയും ലഭിക്കുന്നത് നിക്ഷേപകർക്ക് ഇരട്ടി ലാഭം നൽകുന്നു. ലിക്വിഡിറ്റി. ആവശ്യമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ബോണ്ടുകൾ വിൽക്കാനുള്ള സൗകര്യം. പദ്ധതി നിർത്തലാക്കലിന്റെ കാരണങ്ങൾ: സർക്കാരിന്റെ വർദ്ധിച്ച ബാധ്യത. സ്വർണവില വർധനവ് സർക്കാരിന്റെ പലിശ ബാധ്യത വർദ്ധിപ്പിച്ചു. ഇത് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിച്ചു. ബജറ്റ് കമ്മി. കോവിഡ്-19 മഹാമാരിയും അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും സർക്കാരിന്റെ ബജറ്റിൽ സമ്മർദ്ദം ചെലുത്തി. സാമ്പത്തിക സ്ഥിരത. അമിതമായ സ്വർണം സമ്പാദ്യം സമ്പദ്വ്യവസ്ഥയ്ക്ക് ഭാരമായി മാറുമെന്നുള്ള ആശങ്കകൾ. നിക്ഷേപകർക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. നിക്ഷേപം വീണ്ടെടുക്കൽ. പദ്ധതി നിർത്തലാക്കിയാൽ നിലവിലുള്ള നിക്ഷേപകർക്ക് ബോണ്ടുകൾ വിൽക്കാനുള്ള സൗകര്യം നഷ്ടപ്പെടാം. പുതിയ നിക്ഷേപ സാധ്യതകളുടെ അഭാവം. പുതിയ നിക്ഷേപകർക്ക് സർക്കാർ പേപ്പർ രൂപത്തിൽ സ്വർണം വാങ്ങാനുള്ള അവസരം നഷ്ടപ്പെടും. മുന്നോട്ടുള്ള വഴി. പദ്ധതി പരിഷ്കരണം. സർക്കാർ പദ്ധതി പൂർണ്ണമായും നിർത്തുന്നതിനു പകരം നിക്ഷേപ പരിധികൾ, പലിശ നിരക്കുകൾ എന്നിവ പരിഷ്കരിച്ച് പദ്ധതി തുടരാൻ സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപ പദ്ധതികൾ. സ്വർണം സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ മറ്റ് പുതിയ നിക്ഷേപ പദ്ധതികൾ അവതരിപ്പിക്കാം. നിങ്ങളുടെ അഭിപ്രായം? സോവറിൻ ഗോൾഡ് ബോണ്ട് പദ്ധതിയുടെ നിർത്തലാക്കൽ നിക്ഷേപകർക്ക് ഒരു വലിയ നഷ്ടമായിരിക്കും. എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും കണക്കിലെടുക്കേണ്ടതുണ്ട്. പദ്ധതി പരിഷ്കരിക്കുകയോ അല്ലെങ്കിൽ പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുകയോ ചെയ്യുന്നത് ഒരു നല്ല തീരുമാനമായിരിക്കും. ഈ പദ്ധതിയുടെ നിർത്തലാക്കൽ നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കും? സർക്കാർ ഏതെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഈ വിവരങ്ങൾ വിശദീകരണാർത്ഥമാണ് നൽകിയിരിക്കുന്നത്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുമ്പ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ നിർദ്ദേശം തേടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.